ഓക്കെ ഗൈസ്, നമ്മുടെ ഇന്ത്യയിൽ എങ്ങനെ ഒരു പുതിയ കാറൊക്കെ ലോഞ്ച് ചെയ്യട്ടാ. അതും ഒരു മഹീന്ദ്രയുടെ കാറ്. ആക്ച്വലി ആ കാറ് ലോഞ്ച് ചെയ്തിട്ട് കുറച്ച് ദിവസമായി. അത് മഹീന്ദ്ര സ്കോർപിയോ എന്നാണ് കേട്ടാ. സംഭവം സ്കോർപിയോ തന്നെയാ, പക്ഷേ ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ട്. ഞാനപ്പോൾ ആലോചിച്ചു, നമുക്ക് ആ കാറങ്ങ് അടിച്ചു മാറ്റിയാലോ ഒന്ന്. ഏയ് അല്ലെങ്കിൽ വേണ്ട, ഇപ്രാവശ്യം നമുക്കേ കാറൊന്നും അടിച്ചു മാറ്റണ്ട. നമുക്ക് പോയിട്ടേ ആ കാറങ്ങ് പർച്ചേസ് ചെയ്യാം. എൻ്റെ കയ്യിൽ പിന്നെ ഇഷ്ടം പോലെ ക്യാഷ് ഇരിക്കുന്നുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. നമുക്ക് ആ കാറങ്ങ് പർച്ചേസ് ചെയ്യാം. ആ കാറിന് പക്ഷേ അത്യാവശ്യം റേറ്റ് ഒക്കെ ഉണ്ട് കേട്ടാ. മഹീന്ദ്രയുടെ കാറാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആ കാറിന് ഏകദേശം 30 ലക്ഷം ഉണ്ട്. സ്റ്റാർട്ടിംഗ് പ്രൈസ് 17 ലക്ഷം തോന്നുന്നുണ്ട്. ആ ബേസ് മോഡൽ മേടിച്ചിട്ട് എന്താ കാര്യം? അതിൽ വലിയ കാര്യമായിട്ട് ഫീച്ചേഴ്സ് ഒന്നുമില്ല. മേടിക്കുകയാണെങ്കിൽ നമുക്ക് ടോപ്പ് മോഡൽ തന്നെ മേടിക്കാം. ടോപ്പ് മോഡലിൽ ഓൾ വീൽ ഡ്രൈവാ അതൊക്കെ ഉണ്ടെന്നാ പറയണേ. എന്തുട്ടായാലും നമുക്ക് നോക്കി നോക്കാം. ഓക്കെ, ഇവിടെ ഞാൻ ക്യാഷൊക്കെ കൈ പിടിച്ചേക്കാണ് കേട്ടാ. ഈ ബാഗിൻ്റെ അകത്ത് നിറച്ച് ക്യാഷാ. ഇനിയിപ്പോൾ നമുക്ക് ഒരു കാര്യം ചെയ്യാം, നേരെ മഹീന്ദ്രയുടെ ഷോറൂമിലേക്ക് പോവാം. എന്നിട്ട് ആ കാറങ്ങ് പർച്ചേസ് ചെയ്യാം. ഏതായിരുന്നു? ആ സ്കോർപിയോ എന്ന്. മഹീന്ദ്രയ്ക്ക് പിന്നെ ഇഷ്ടം പോലെ കാറുണ്ട് കേട്ടാ. ഇവിടെ സ്കോർപിയോ ഉണ്ട്, താറുണ്ട്, ബൊളേരോ ഉണ്ട്. ഈ താറിൻ്റെ തന്നെ 5 ഡോർ ഉണ്ട് കേട്ടാ. ആ കാറ് 2 മാസം മുന്നേ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ ഒരു പുതിയ കാറും കൂടി ലോഞ്ച് ചെയ്തു, മഹീന്ദ്ര സ്കോർപിയോ എന്ന്. ആ കാറ് പക്ഷേ എങ്ങനെ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല കേട്ടാ. ഞാനിതിൻ്റെ ഫോട്ടോസൊന്നും കണ്ടില്ല. ഇനിയിപ്പോൾ ഷോറൂമിലേക്ക് ചെന്നിട്ടേ നേരിട്ട് നോക്കി നോക്കാം, അതായിരിക്കും നല്ലത്. ഓക്കെ, ഇവിടെ ഇപ്പോൾ നമ്മൾ ഷോറൂമിലേക്ക് വന്നേക്കാണ്. എൻ്റെ അമ്മച്ചി, ഞാനിപ്പോൾ എന്ത് പണിയാൻ കാണിച്ചേ? മാസം എൻട്രി കാണിക്കാൻ നോക്കിയതാ, പക്ഷെ ചെറുതായിട്ട് പാളിപ്പോയി. ആ അതിപ്പോൾ സീനില്ല. ഇവിടെ ഇപ്പം ഞാൻ ഷോറൂമിലേ ഇഷ്ടം പോലെ കാറുണ്ട് കേട്ടാ. 3 കാർ ഇരിക്കുന്നുണ്ട്. ഇവിടെ വേറെ കാറൊന്നും ഇല്ല. ഇതാണ് ഞാൻ പറഞ്ഞ കാറ്, മഹീന്ദ്ര സ്കോർപിയോ എന്ന്. ആ കാറ് ഏകദേശം ഇതേപോലെ ഉണ്ടാവും. ഇതെന്നെന്ന് തോന്നുന്നുണ്ട്. മഹീന്ദ്രയുടെ ഈ ഒരു കാറേ ഞാൻ ഇതിനു മുന്നേ കണ്ടിട്ടില്ല. ഇതായിരിക്കും മഹീന്ദ്ര സ്കോർപിയോ എന്ന്. സംഭവം കുഴപ്പമില്ല കേട്ടാ, നൈസ് കാറാ. ഈ കാറിന് പിന്നെ ഏകദേശം ഫോർച്യൂണറുടെ വലുപ്പം വരുന്നുണ്ട്. ഇത് പിന്നെ 7 സീറ്റർ ആണ് കേട്ടാ. ആ സാധാ സ്കോർപിയോ ആയാലും 7 സീറ്റർ തന്നെയാ. ഇവിടെ പിന്നെ താർ റോക്സ് ഉണ്ട്. ഇത് പിന്നെ താറിൻ്റെ 5 ഡോറാ. പിന്നെ ഈ കാണുന്ന വണ്ടിയാണ് ശരിക്കുള്ള സ്കോർപിയോ. ഏതാ വണ്ടിയിൽ ഒരു രക്ഷയില്ല. ബ്ലാക്ക് കളറിൽ കാണാനായിട്ട് നൈസായിട്ടുണ്ട്. എന്താ പറയാ, ഒരു ഗ്യാങ്സ്റ്റർ കാറ് പോലെയാ. നമ്മൾ പക്ഷേ ഈ ഒരു കാറാ വാങ്ങണേ. ഈ കാർ പിന്നെ വൈറ്റ് കളറിൽ കാണാൻ ഭംഗി. ഹലോ സാർ, ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു? സാർ ഇതിൽ ഏത് വണ്ടിയാ നോക്കണേ? ഹലോ ചേച്ചേ, അത് പിന്നെ ഈ കാണുന്ന സ്കോർപിയോ എന്നില്ലേ, ഞാൻ ഈ കാർ പർച്ചേസ് ചെയ്യാൻ പോവാ. ഈ കാറിനിപ്പോൾ ഏകദേശം എത്ര റേറ്റ് വരും? ഈ കാറിന് ഏകദേശം 30 ലക്ഷം വരെ. ഇത് പിന്നെ ടോപ്പ് മോഡലാ. ഇനി ബേസ് മോഡൽ വേണമെങ്കിൽ 17 ലക്ഷത്തിന് കിട്ടും. ഏയ് ബേസ് മോഡൽ വേണ്ട, ടോപ്പ് മോഡൽ മതി. ഞാനപ്പോൾ ഈ വണ്ടി ബുക്ക് ചെയ്യാൻ പോവാ. ഇപ്പോൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി എപ്പോഴാണ് കിട്ടുക? ഇപ്പൊ ബുക്ക് ചെയ്ത് കഴിഞ്ഞാ 1.5 കൊല്ലം കഴിഞ്ഞിട്ട് വണ്ടി കിട്ടുള്ളൂ. 1.5 കൊല്ല? ചേച്ചി ഇതെന്തത്? ഒരു കാറ് കിട്ടാനായിട്ട് 1.5 കൊല്ലം വെയിറ്റ് ചെയ്യണ? അതും ഒരു മഹീന്ദ്രയുടെ കാറ്. റോൾസ് റോയ്സ് കിട്ടുമല്ലോ 1.5 കൊല്ലം കൊണ്ട്. ആ അത് ശരിയാണ്. നമുക്ക് പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റില്ല. കമ്പനിയുടെ ഓരോ റൂൾസാ. സാറിപ്പോ വണ്ടി ബുക്ക് ചെയ്യണമെങ്കിൽ 1.5 കൊല്ലം കഴിഞ്ഞിട്ടാ വണ്ടി കിട്ടുള്ളൂ. അത് ശരി, 1.5 കൊല്ലം വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അതിപ്പോൾ എന്നെ കൊണ്ട് പറ്റില്ല. അതെ, ഈ വണ്ടി എനിക്ക് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ പറ്റുമോ? എനിക്ക് വണ്ടി ഒന്ന് നോക്കി നോക്കണം, ഓടിച്ചു നോക്കണം. ആ സാറേ, അതിനിപ്പോ എന്താ, സാറി വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്തോളൂ. ഓക്കെ, ആ ചേച്ചി എങ്ങനെ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ സമ്മതിച്ചേക്കാണ് കേട്ടാ. നമുക്കപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഈ വണ്ടി ഒന്ന് ഓടിച്ചു നോക്കാം. ഇത് പിന്നെ നൈസ് വണ്ടിയാണ് കേട്ടാ, ഒരു രക്ഷയില്ല. ഈ വണ്ടിക്ക് അത്യാവശ്യം നല്ല ലുക്കൊക്കെ ഉണ്ട്. പക്ഷേ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഈ വണ്ടി ബുക്ക് ചെയ്താലേ 1.5 കൊല്ലം കഴിഞ്ഞിട്ട് കിട്ടുള്ളൂ. ഈ റോൾസ് റോയ്സ് ആയാലും 1 കൊല്ലം കൊണ്ട് വണ്ടി കിട്ടും. ഇതിപ്പോൾ നമുക്ക് 1.5 കൊല്ലം വെയിറ്റ് ചെയ്യണം.
1.5 കൊല്ലം വെയിറ്റ് ചെയ്യാനായിട്ട് എന്നെ കൊണ്ട് പറ്റില്ല. തൽക്കാലം നമുക്കേ ഇപ്പോൾ ഒന്ന് ഓടിച്ചു നോക്കാം, അതായിരിക്കും നല്ലത്. വണ്ടിയുടെ ഇൻറ്റീരിയർ ഇതേപോലെ ഇരിക്കും. ഇൻറ്റീരിയറും വലിയ കുഴപ്പമൊന്നുമില്ല. ഈ വണ്ടിയിൽ പിന്നെ ഒരു ചെറിയ സൺറൂഫും കൂടി വരുന്നുണ്ട്. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഈ വണ്ടിയിൽ നിറച്ച് ഫീച്ചേഴ്സാ. സാധാരണ സ്കോർപ്പിയോയിൽ പോലും ഇത്ര ഫീച്ചേഴ്സ് ഉണ്ടാവില്ല. പക്ഷെ സാധാരണ സ്കോർപ്പിയോ നൈസ് കാറാണ് കേട്ടാ. നിങ്ങൾ പിന്നെ നേരത്തെ കണ്ടില്ലേ, ബ്ലാക്ക് കളറിൽ കാണാനായിട്ട് നൈസാ. ഒരു മിനിറ്റ്, എനിക്കെന്തോ സൈറണ്ട സൗണ്ടൊക്കെ കേൾക്കാണ്ട് കേട്ടാ. എന്നെ ആരെങ്കിലും ഫോളോ ചെയ്യണ്ട. ഏയ്, ഇത് പോലീസല്ലേ? പോലീസുകാർ എൻ്റെ പിന്നാലെ വരാണോ? പോലീസുകാരൊക്കെ എൻ്റെ പിന്നാലെ വരാ. ഞാനിപ്പോൾ ഇതിന് ഒന്നും ചെയ്തില്ലല്ലോ. ഈ വണ്ടി ജസ്റ്റ് ടെസ്റ്റ് ഡ്രൈവ് ചെയ്തോളൂ. ഞാൻ ഈ വണ്ടി അടിച്ചു മാറ്റിയിട്ടില്ല, ടെസ്റ്റ് ഡ്രൈവ് ചെയ്തോളൂ. എനിക്ക് വണ്ടി അടിച്ചു മാറ്റാനായിട്ട് ഒരു ഉദ്ദേശമില്ല. ഇത് പിന്നെ സാധാരണ ഒരു വണ്ടിയല്ലേ, ഇതിപ്പോൾ എന്തിനാ അടിച്ചു മാറ്റുന്നേ? എനിക്ക് തോന്നണതേ ആ ചേച്ചി പോലീസിനെ വിളിച്ചു വന്നാ. പക്ഷെ പോലീസിനെ വിളിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. ഈ പോലീസുകാർക്കാണെങ്കിൽ ബോധമില്ല, അവർ ഈ വണ്ടിമ്മ കൊണ്ട് ഇടിക്കും ചെയ്യും. ഇതേ കണ്ടില്ലേ, ഫ്രണ്ടിലത്തെ ഗ്ലാസ്സൊക്കെ പൊട്ടി. അതെ, നമുക്ക് എങ്ങനെയെങ്കിലും പോലീസിൻ്റെ നിന്ന് രക്ഷപ്പെടണം കേട്ടാ, ഇല്ലെങ്കിൽ ശരിയാവില്ല. ആ പിന്നെ ഈ വീഡിയോ ഇതായിരിക്കും ലൈക്ക് ചെയ്യാത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാട്ടാ. അതുമാത്രമല്ല, ചാനൽ ഇതൊരിക്കും സബ് ചെയ്യാത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ കൂടി സബ് ചെയ്യുക. നമുക്കപ്പോൾ പോലീസിൻ്റെ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമെന്ന് നോക്കി നോക്കാം. ഇവിടെ ഇപ്പോൾ സിറ്റിയിൽ നിറച്ച് പോലീസാ. Meanwhile, ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ ഫൈനലി പോലീസിൻ്റെ നിന്ന് രക്ഷപ്പെട്ടേക്കാണ് കേട്ടാ. ഞാൻ ആ ജുറാസിക് പാർക്കിൽ പോയിട്ട് വിളിച്ചിരുന്നു. അന്നേരം പോലീസുകാരൊക്കെ എൻ്റെ പിന്നാലെ വിട്ടു. നിങ്ങൾക്ക് പിന്നെ അറിയാലോ, പോലീസുകാർ ജുറാസിക് പാർക്കിൻ്റെ അകത്ത് കയറി വരില്ല. അവരൊക്കെ പേടിത്തൊണ്ടന്മാരാ. എന്തെങ്കിലും ആവട്ടെ, എന്നാലും ആ ചേച്ചി പോലീസിനെ വിളിച്ചില്ലേ, അതിപ്പോൾ ചെയ്തത് ഒട്ടും ശരിയായില്ല ഏട്ടാ. ഞാൻ ആക്ച്വലി ഈ വണ്ടി അടിച്ചു മാറ്റിയില്ല. അടിച്ചു മാറ്റാനായിട്ട് ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാനൊരു കാര്യം ചെയ്യാൻ പോവാ. ഈ വണ്ടി ഞാൻ സ്വന്താക്കാൻ പോവാ. അമ്മമാർക്കിനി തിരിച്ചു കൊടുക്കില്ല. എന്തിനാ വെറുതെ? നമുക്കപ്പോൾ ഈ വണ്ടിയില്ലേ അത് അകത്തേക്ക് കയറ്റാം. പുറത്ത് വയ്ക്കണത് ഒട്ടും സേഫ് അല്ല, പോലീസുകാരൊക്കെ കാണും. നമുക്ക് ഈ വണ്ടി ഇവിടെ ഇങ്ങ് പാർക്ക് ചെയ്യാം. ഈ വണ്ടിയിൽ പിന്നെ അത്യാവശ്യം ബിൽഡ് ക്വാളിറ്റി ഉണ്ട് കേട്ടാ. നേരത്തെ ഈ വണ്ടിയില്ലേ അത് മറിഞ്ഞു വീണുണ്ടായിരുന്നു, എന്നിട്ടും വണ്ടിക്ക് ഒന്നും സംഭവിച്ചില്ല. വണ്ടിയുടെ ഫ്രണ്ടിലത്തെ ഗ്ലാസ് പൊളിഞ്ഞുട്ടാ. ആ ഫ്രണ്ടിലത്തെ ഗ്ലാസ് അല്ലേ, അതൊക്കെ നമുക്ക് റിപ്പയർ ചെയ്യാം. അതിലിപ്പോൾ വലിയ ചിലവൊന്നും വരില്ല. എന്തുട്ടായാലും നമുക്ക് ഫ്രീ ആയിട്ട് ഒരു കാറ് കിട്ടിയില്ലേ, അത് മതി. വെറുതെ ഇങ്ങനെ 1.5 കൊല്ലം വെയിറ്റ് ചെയ്യണേ, അതിൻ്റെ ഒരു ആവശ്യമില്ല.